ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് നിൽക്കുന്നത്. കുറച്ച് എന്താ പറയുക, ഞങ്ങളുടെ ബാഗേജിൻ്റെയൊക്കെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി. അതുകൊണ്ട് കുറച്ച് ലേറ്റായി ഞങ്ങളിന്ന് ഇറങ്ങിയപ്പോൾ. ഇപ്പോൾ ഞങ്ങളുടെ ഏജൻസിയിൽ നിന്നുള്ള ആൾ പിക്കപ്പ് ചെയ്യാൻ വന്നു. അപ്പോൾ കാർ എടുക്കാനായിട്ട് പോയിരിക്കുകയാണ്. ഓൺ ദ വേ ആണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അതുപോലെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുന്നേ ക്രാബി സിറ്റി ടൂറാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ പോകുന്ന വഴി നമുക്ക് കാണാം. മിക്കവർക്കും അറിയായിരിക്കും, തായ്ലൻഡിൽ വിസ ഓൺ അറൈവലാണ്. അപ്പോൾ അതിൻ്റെ ചാർജ് വരുന്നത് പെർ പേഴ്സൺ 2200 തായ് ബാത്ത് ആണ്. അതിൻ്റെ കൂടെ ഒരു 10,000 തായ് ബാത്ത് പെർ പേഴ്സൺ, അല്ല ഒരു ഫാമിലി ആണെങ്കിൽ ഒരു 20,000 തായ് ബാത്ത് ഷോ മണിയായിട്ട് കീപ്പ് ചെയ്യാൻ പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ നവംബർ 10, 2023 മുതൽ മെയ് 2024 വരെ ഇന്ത്യൻസിന് തായ്ലൻഡിലേക്ക് വിസ ഫ്രീ ആണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തേക്കുക ഇനി പോകുന്നവർ. ബാക്കി വിസ പ്രോസസ്സിംഗ് ഒക്കെ എളുപ്പമായിരുന്നു, വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് വന്നേക്കുന്നത് ടൈഗർ കേവിലേക്കാണ്. ഇവിടെ കുറച്ച് ദൂരം നടക്കാനുണ്ടെന്നാണ് കേട്ടത്. എന്തായിരുന്നാലും നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ നിറച്ചും കുരങ്ങന്മാരുണ്ട്. പ്രത്യേകം അവർ എഴുതി വെച്ചിട്ടുണ്ട്, ഡു നോട്ട് ഫീഡ് ആനിമൽസ് എന്ന്. കുരങ്ങന്മാരും പട്ടികളും ഒരുപോലെ ആക്രമിക്കുന്നുണ്ട്. ഹായ്, അപ്പോൾ ഇതാണ് ടൈഗർ കേവ്. ഇതിൻ്റെ അകത്ത് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒന്നും അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. വേറൊന്നുമല്ല, കുറേ ബുദ്ധൻ്റെ പ്രതിമകളും പിന്നെ ഒരു കുഞ്ഞു ഗുഹയുണ്ട്. അതിൻ്റെ അകത്തൊരു ടൈഗറിൻ്റെയും ഒരു എന്താ പറയുക, ഒരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഭയങ്കര പീസ്ഫുള്ളാണ്. നല്ല കുറച്ച് നേരം വന്നിരിക്കാനൊക്കെ നല്ല രസമാണ്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ഒന്ന് ചുറ്റി കണ്ടിട്ട് ഞങ്ങളപ്പോൾ തന്നെ ഇറങ്ങി. ഉച്ചസമയമായതുകൊണ്ടാവാം വലിയ തിരക്കൊന്നുമില്ല. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിസ്റ്റ് മോങ്സിനെ കാണാം. അപ്പോൾ ഈ സ്ഥലത്തെ പറ്റി കൂടുതൽ അറിയാൻ ഞങ്ങളുടെ ഡ്രൈവറിനോട് ഞങ്ങൾ ചോദിച്ചു. പക്ഷേ പുള്ളിക്ക് ഇംഗ്ലീഷ് വലിയ പിടുത്തമില്ല. പുള്ളി പറയുന്ന ഞങ്ങൾക്കും ഞങ്ങൾ പറയുന്ന പുള്ളിക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ടൈഗർ കേവൊക്കെ കണ്ട് ഇറങ്ങി. അടുത്തത് ഒരു ടെമ്പിളാണ്. അതൊരു മലയുടെ മുകളിലാണ്. ഒരുപാട് സ്റ്റെപ്സൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നു. ഇതാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. അപ്പോൾ അടുത്ത അങ്ങോട്ടേക്കാണ്. പക്ഷെ അതിന് മുന്നേ നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും കുടിക്കാം, ജ്യൂസ് എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കാണുന്ന കടയിൽ ജ്യൂസൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ജ്യൂസ് കുടിച്ചിട്ട് ഈ എൻ്റെ പിറകെ കാണുന്ന ഈ ഹില്ല് ഇവിടെ കയറാമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ഉടനെ സൈറ്റ് സീയിങ്ങിന് ഇറങ്ങാനുള്ള കാര്യം, ഹോട്ടൽ ചെക്ക് ഇൻ 2 PM ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞത്, അപ്പോൾ അത്രയും ടൈം കളയണ്ടെന്നുള്ള രീതിയിലാണ് നമ്മൾ സൈറ്റ് സീയിങ് കണ്ടിട്ട് ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് വേണം എന്ന് പറഞ്ഞ കാര്യം ആ പുള്ളിക്കാരന് മനസ്സിലായില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളിതാ ഇവിടെ ജ്യൂസ് കുടിക്കാനിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് അപ്പോൾ കാണാം. അപ്പോൾ ഞങ്ങൾ 2 ജ്യൂസൊക്കെ വാങ്ങിച്ചു. നല്ല വെയിലത്ത് വന്നിട്ടാണ് ആ ജ്യൂസ് വാങ്ങിച്ചത്. ജ്യൂസല്ല, ശരിക്കും അത് സ്മൂത്തിയാണ്.
നല്ല ഐസ് പോലെ ഇരിക്കുന്ന തണുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് മൊത്തം കുടിക്കാൻ പറ്റിയില്ല. ഞാനത് പതുക്കെ സിപ്പ് ചെയ്ത് കുടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കുരങ്ങൻ വന്ന് അതെടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു ടെമ്പിൾ, അത് ഏകദേശം എനിക്ക് കറക്റ്റ് അറിയില്ല, ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് അത് നടക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ പ്ലാൻ അങ്ങ് ഡ്രോപ്പ് ചെയ്തു. കാര്യം ഒന്ന് ഉച്ചയാണ്, നല്ല വെയിലുണ്ട്, പിന്നെ ഞങ്ങൾ പോയിട്ട് വന്നതിൻ്റെ ടയർനെസ് ഉണ്ട്, നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല. ഇത്രയും ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം എത്താൻ പറ്റില്ല. പിന്നെ പകുതി വരെ എത്തിയിട്ട് തിരിച്ചു വരുമ്പോൾ തീരെ വയ്യാണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ ആ പ്ലാൻ ക്യാൻസൽ ചെയ്തു. ഇനി ഞങ്ങൾ അടുത്ത എവിടെയെങ്കിലും കയറി ഒന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഓൺ ദ വേ ഉള്ള ഒരു വ്യൂ പോയിന്റ് ആണിത്. അപ്പോൾ ആ കാണുന്ന മൗണ്ടൻ്റെ പേര് ഖനാബ് നാം മൗണ്ടൻ എന്നാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് വന്നിട്ട് ഖനാബ് നാം പയർ എന്നാണ്. പയർ എന്ന് തായ്ലൻഡിൽ ഉദ്ദേശിക്കുന്നത് ലേക്കിനോട് സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്ന ഒരു പ്ലാറ്റ്ഫോം. അപ്പോൾ ഈ ഒരു വലിയ ക്രാബാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. അപ്പോൾ ഇതിൻ്റെ പേര് ദ മഡ് ക്രാബ് സ്കൾപ്ചർ എന്നാണ്. തായ്ലൻഡിൽ ഇതിനെ ലാൻഡ് പ്യൂ ഡാം എന്ന് പറയും. അതുപോലെ അവിടെ ഒരു ഈഗിളിൻ്റെ ഒരു സ്കൾപ്ചർ കൂടിയുണ്ട്. അപ്പോൾ ക്രാബിയുടെ ഒരു സിമ്പിളായിട്ടാണ് ക്രാബ്സിനെ കണക്കാക്കുന്നത്. ഇവിടെ നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ നല്ലൊരു സ്പോട്ടാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഞാനിപ്പോൾ നിൽക്കുന്നത് ക്രാബിയിൽ ഒരു മലമുകളിലുള്ള ബുദ്ധിസ്റ്റ് ടെമ്പിളിലാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഫുള്ള് വൈറ്റ് വാൾസിൽ ഡാർക്ക് ബ്ലൂ റൂഫൊക്കെ വന്നിട്ട് ഭയങ്കര രസമായിട്ടുള്ള ഒരു ടെമ്പിളാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ക്രാബി ഡൗൺ ടൗൺ കാണാനായിട്ട് പറ്റും. എനിക്ക് എൻട്രൻസിൻ്റെ അവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല. അവിടെ ഗോൾഡൻ കളർ ഡ്രാഗൻ്റെ ഒക്കെ കുറച്ച് സ്കൾപ്ചേഴ്സൊക്കെ ഉണ്ട്. ഇതിൻ്റെ പേര് വന്നിട്ട് വാട്ട് ക്യൂ കൊറവാരം എന്നാണ്. എനിക്കതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്നറിയില്ല. വൈറ്റ് മേജർ ചാപ്പിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു വലിയ ബുദ്ധൻ്റെ സ്റ്റാച്യുവും ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള കുറേ പെയിൻറ്റിങ്സ് ഉണ്ട്. ഇത് ഫുള്ള് ബുദ്ധൻ്റെ സ്റ്റോറീസാണ് ഇവിടെ കംപ്ലീറ്റ് പെയിൻറ്റിങ് വരച്ചേക്കുന്നത്. നേരത്തെ ഞാൻ ടൈഗർ കേവിൽ പറഞ്ഞ പോലെ ഇവിടെ ഇരിക്കാനായിട്ട് അതായത് പുറത്തുനിന്നുള്ള ചൂടിന്ന് അകത്തോട്ട് ഇതിൻ്റെ അകത്തോട്ട് വരുമ്പോൾ ഭയങ്കര ഒരു തണുപ്പും ഭയങ്കര ഒരു എന്താ പറയുക കാം പീസ്ഫുൾ ഒക്കെയാണ്. അപ്പോൾ ഇവിടെ ഇരിക്കാൻ തന്നെ ഭയങ്കര രസമാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ. ഞങ്ങൾ മൊത്തവും ചുറ്റി കണ്ടു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു റിലാക്സേഷനാണ്. അതുകൊണ്ട് ഞങ്ങൾ കുറേ നേരം ഇവിടെ ഇരുന്നു. അപ്പോൾ ഇതുവരെയും ഫുഡ് കഴിച്ചിട്ടില്ല ബൈ ദ വേ. ഇനി വേണം. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കൂടെ ബ്രഞ്ചായിട്ട് ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നല്ലപോലെ റെസ്റ്റ് എടുക്കണം. അതിനുശേഷം ഈവനിങ് ഞങ്ങൾ മോർണിംഗ് ഞങ്ങൾ ഇപ്പോൾ എടുത്തേക്കുന്ന ഈ ഒരു പാക്കേജിൽ മോർണിംഗ് ടിൽ ഒരു ഈവനിങ് വരെയാണ് ഓരോ പ്ലേസ് വിസിറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ ഓൺ എക്സ്പ്ലോറേഷനാണ്. അപ്പോൾ ഈവനിങ് ബാക്കി കാര്യങ്ങൾ. അതിന് മുന്നേ ഹോട്ടലിൽ ചെന്നിട്ട് റൂമിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു. അപ്പോൾ അറ്റ് ലാസ്റ്റ് ഞങ്ങൾ കഴിക്കാൻ കയറി. റുവാൻതിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. ഭയങ്കര സൂപ്പർ ആംബിയൻസ് ആണ് ഇവിടെ. എനിക്ക് തോന്നുന്നു നൈറ്റ് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭയങ്കര ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട്. ഞാൻ ആ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഫുൾ വ്യൂ ഞാൻ ഇട്ടേക്കാം എൻ്റെ പിറകെ. ഭയങ്കര രസമുണ്ട്. അപ്പം ഞങ്ങളൊരു സൈഡിൽ കൂടെ വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട്. ഇവിടെ അടുത്തൊരു സീറ്റിലാണിപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നത്. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. തായ്ലൻഡിൽ വന്നു കഴിഞ്ഞാൽ തായ് ഫുഡ് തന്നെ കഴിക്കണമല്ലോ. അപ്പോൾ തായ് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ വെയിറ്റിംഗ് ആണ്. കഴിക്കണം, റൂമിൽ ചെക്ക് ഇൻ ചെയ്യണം, സുഖമായി കുറച്ച് നേരം ഒന്ന് ഉറങ്ങണം. ഇതാണ് ഇപ്പോഴത്തെ പ്ലാൻ.
അങ്ങനെ അറ്റ് ലാസ്റ്റ് ഞങ്ങൾ ഹോട്ടലിലെത്തി. ദ ഫൂ ബീച്ച് റിസോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടിലാണ് ഞങ്ങൾ ഇന്ന് 2 nights സ്റ്റേ ചെയ്യുന്നത് ക്രാബിയിലുള്ളപ്പോൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഹോട്ടൽ ഫുഡ് ഒരു രക്ഷയില്ല. ഞങ്ങൾ തായ് ഫുഡാണ് ട്രൈ ചെയ്തത്. സൂപ്പർ ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ്, നല്ല സർവീസ്, എല്ലാം നല്ലതായിരുന്നു, നല്ല ആംബിയൻസും ആണ്. അപ്പോൾ നിങ്ങൾ തായ്ലൻഡിലോട്ട് ക്രാബിലോട്ട് വരുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ കയറാൻ നോക്കുക. റേറ്റും അഫോർഡബിൾ ആണ്, ഭയങ്കര ഓവർ റേറ്റഡ് എന്നൊന്നും പറയാനില്ല. എന്തായിരുന്നാലും നിങ്ങൾ വരുമ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യുകയാണ്. റൂമിലോട്ട് കയറിയിട്ട് ഒരു റൂം ടൂർ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ റൂമിലോട്ട് ഞാനൊന്ന് ഒഴിച്ച് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ഒരു റൂം തന്നെയാണ്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വാർഡ്രോബ് ഉണ്ട്, അതിന് ചപ്പൽസും ബാത്ത് ടവലും ബാത്റൂമും, പുറത്ത് വന്നു കഴിഞ്ഞാൽ അംബ്രല്ലാസും ഒക്കെ ഉണ്ട്, ലോക്കറൊക്കെ കാര്യങ്ങളുണ്ട്. പിന്നെ ബാത്റൂമും അത്യാവശ്യം നല്ലൊരു ബാത്റൂമാണ്. ഇവിടെ നമുക്ക് ബാത്തിന് സെപ്പറേറ്റ് ഏരിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുമ്പോൾ നമുക്ക് ബാത്ത് ഏരിയ ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഒപ്പേക്കാണ്. പിന്നെ നല്ലൊരു ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാൽക്കണി ഉണ്ട്. നമുക്ക് ബാൽക്കണിയിൽ നിന്ന് നല്ലൊരു ബീച്ച് വ്യൂ, പൂൾ വ്യൂ ഉണ്ട്. താഴെ പൂളുണ്ട്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ റൂം വന്നേക്കുന്നത്. പിന്നെ അത് കൂടാതെ നമുക്ക് ഈ മുറിയിൽ നിന്ന് തന്നെ നമുക്ക് പൂൾ ആക്സസ് ചെയ്യാനായിട്ട് ഇവിടെ തന്നെ നമുക്ക് ഡയറക്റ്റ് പൂൾ ആക്സസ് ചെയ്യാനായിട്ട് അവർക്ക് പാത്ത് കൊടുത്തു. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് ക്രാബിയിൽ കിട്ടിയ റൂം. അത്യാവശ്യം നല്ലൊരു റൂം തന്നെയാണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ബാത്റൂമൊക്കെ നല്ല നീറ്റാണ്. ഇനിയിപ്പോൾ ഒന്ന് മയങ്ങണം, നല്ല ക്ഷീണമുണ്ട്. ഈവനിങ് ഞങ്ങൾ ഇവിടെ തന്നെ അലോങ് ബീച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു 1.5 കിലോമീറ്റേഴ്സിന് ഒരു ബീച്ചുണ്ട്. അവിടെ തന്നെ നൈറ്റ് മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഈവനിങ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടുന്ന് തന്നെ ഫ്രീ ഷട്ടിലുണ്ട്. നമുക്ക് ഡിഫറെൻറ്റ് ടൈമിങ്സ് അവർ പറയുന്നുണ്ട്. അപ്പോൾ ആ ടൈമിങ്ങിൽ അവർ പിക്കപ്പും ഡ്രോപ്പും ഒക്കെ ഈ ഹോട്ടലിൽ നിന്ന് തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ചിലപ്പോൾ അത് നമ്മുടെ എന്ന് വെച്ചാൽ ഒരു 9:15 വരെയൊക്കെ അവർ തിരിച്ചുള്ള ഡ്രോപ്പ് അവർ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞൊക്കെയാണ് വരാനായിട്ടുള്ള ഉദ്ദേശം. അതുകൊണ്ട് തന്നെ അറിയില്ല, നോക്കണം നടന്നു പോകണോ അതോ ഇവരുടെ പിക്കപ്പ് എടുക്കണോ എന്നൊക്കെ ഉള്ളത് ഇനി ആലോചിച്ച് തീരുമാനിക്കണം. എന്തായിരുന്നാലും ഇപ്പോൾ ഞങ്ങൾ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.